ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് എന്താണ് എക്സാമാണ്, ആനുവൽ എക്സാമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വാട്ട് ഷുഡ് വൺ ഡു ടു റെഡ്യൂസ് എനർജി കൺസപ്ഷൻ? അപ്പോൾ എനർജി കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ പറ്റും? യൂസ് LED bulbs instead of ordinary bulbs. Use fan and lights only when needed. Use only energy efficient electrical equipments. Utilize maximum solar energy. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് പഠിച്ച് വെക്കുക. എന്താണ്? ഓർഡിനറി ബൾബ്സിന് പകരം നമ്മൾ LED യൂസ് ചെയ്യുക. ഫാനും ലൈറ്റും ഒക്കെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. ദെൻ പിന്നെന്താണ്? സോളാർ എനർജി യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ പോയിൻറ്റ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്? ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദ ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ഹിൽസ്, ഫോറസ്റ്റ് ഓർ ഐസൊലേറ്റഡ് വാലീസ്. ഈച്ച് ട്രൈബൽ ഗ്രൂപ്പ് ലിവ്സ് ടുഗെദർ ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. ദെയർ ലൈഫ് സ്റ്റൈൽസ് ആർ ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് അതർ കമ്മ്യൂണിറ്റീസ്. ട്രഡീഷണൽ ടൈപ്സ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് ഗാദറിംഗ് ഓഫ് forest products are the means of living of these tribes. Many of them are engaged in their traditional artisan works. Every tribal society has its own language. These dialects have no script. Okay, next മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, river is a resources. Do you agree with this? Substantiate your answer. അപ്പോൾ റിവർ എന്ന് പറയുന്നത് ഒരു റിസോഴ്സസ് ആണോ? എന്താണ്? അതെ അല്ലേ. റിവർ ഈസ് എ നാച്ചുറൽ റിസോഴ്സ്. Those things which are useful to man are called resources. River becomes a resources when it is utilized for irrigation, transportation, producing electricity, etc. അപ്പോൾ മനുഷ്യർ ഉപകാരമുള്ള എല്ലാതും എന്താണ്? റിസോഴ്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ഫീച്ചേഴ്സ് ഓഫ് എ ട്രഡീഷണൽ റൂറൽ സൊസൈറ്റി. അപ്പോൾ എന്തൊക്കെയാണ്? അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? മാർക്കിനനുസരിച്ച് വേണം പോയിൻറ്റ്സ് എഴുതാൻ. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് കൂട്ടുകാർ നോക്കി വെക്കുക. പീപ്പിൾ ഓഫ് റൂറൽ ഏരിയാസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് നോ ഈച്ച് അതർ. ദെയർ ക്ലോത്തിങ്സ് ആർ സിമ്പിൾ ആൻഡ് സോ ആർ ദെയർ ലൈഫ് സ്റ്റൈൽസ്. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് occupation of traditional rural communities. Okay. Next, what is sustainable development? Which are the means to sustainable development? അപ്പോൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഡെവലപ്മെൻറ്റ് that means the needs of the present without compromising the right of future generation to fulfill their needs is termed as sustainable development. ഓക്കെ, ഇനി അതിൻ്റെ മീൻസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ്? റീസൈക്ലിംഗ് ആൻഡ് റീയൂസിങ് ഓഫ് റിസോഴ്സസ് ആസ് വെൽ ആസ് റെഡ്യൂസിങ് ദ യൂസ് ദ മീൻസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇനി അടുത്തത്, വാട്ട് ആർ ദ പെക്യൂലിയർ ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ്? എന്തൊക്കെയാണ്? സെൻറ്റേഴ്സ് ഓഫ് ഡൈവേഴ്സിറ്റീസ്, സെൻറ്റേഴ്സ് ഓഫ് ലാർജ് ബിൽഡിങ്സ് ലൈക്ക് ഫ്ലാറ്റ്സ്, മാൾസ്, സൂപ്പർ മാർക്കറ്റ്സ് ആൻഡ് ബംഗ്ലാവ്സ്. അർബൻ ലൈഫ് സ്റ്റൈൽസ് ഈസ് സീൻ. ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി. സ്ലംസ് ഉണ്ടായിരിക്കും. ലാൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഒക്യുപ്പേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ഏഴാമത്തെ ചോദ്യം എന്താ? റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ദ ആക്ട് വിച്ച് എനേബിൾ ദ പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആക്ട് നിലവിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്? നാച്ചുറൽ കൺസർവേഷൻ ആക്ട്, വാട്ടർ ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, എയർ ആക്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ? സം ഓഫ് ദ റൈറ്റ്സ് എൻഷുർഡ് ബൈ ദ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ എന്താണ്? നമ്മുടെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കുറച്ച് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്? റൈറ്റ് ടു ലീവ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് അസോസിയേഷൻ, റൈറ്റ് ടു ഈക്വാലിറ്റി, right to freedom, right against exploitation, right to freedom of religion. അപ്പോൾ ഇതൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വാട്ടർ, സോയിൽ, പെട്രോളിയം, ഫോറസ്റ്റ് ഡിസപ്പിയർ ഫ്രം ദ എർത്ത്? അപ്പോൾ നമ്മുടെ എർത്തിലുള്ള സാധനങ്ങളാണ് എന്തൊക്കെ? വാട്ടർ ഉണ്ട്, സോയിൽ ഉണ്ട്, പെട്രോളിയം ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എർത്തിൽ നിന്ന് ഡിസപ്പിയർ ചെയ്താൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ നമുക്ക് വാട്ടറിനെ നോക്കാം. വാട്ടർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് indispensable factor for the existence of flora and fauna of the earth.
It is believed that life evolved first in the water. If the water disappears from the earth, the life on the earth will also disappear. ഓക്കെ, അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിസ്പെൻസിബിൾ ഫാക്ടറാണ്. അതിൽ ഒരുപാട് ഫ്ലോറ ഫോണ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ എവല്യൂഷന് കാരണം വെള്ളമാണ്. അപ്പോൾ ഒരുപാട് ജീവികൾ എന്താണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഡിസപ്പിയർ ആവും. ഇനി സോയിലാണെങ്കിൽ വെജിറ്റേഷൻ വുഡ് നോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് സോയിൽ. ഇഫ് ദർ ഈസ് നോ വെജിറ്റേഷൻ ദർ വിൽ നോ ആനിമൽസ്. വെജിറ്റേഷൻ ഉണ്ടാവില്ല, സോയിൽ ഇല്ലെങ്കിൽ വെജിറ്റേഷൻ ഉണ്ടാവില്ല, വെജിറ്റേഷൻ ഇല്ലെങ്കിൽ ആനിമൽസ് ഉണ്ടാവില്ല. നെക്സ്റ്റ് പെട്രോളിയം ആണെങ്കിൽ എക്സിസ്റ്റൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, ഇൻഡസ്ട്രി ആൻഡ് ഈവൻ എക്കണോമിക് ഈസ് ബേസ്ഡ് ഓൺ പെട്രോളിയം. അപ്പോൾ നമ്മുടെ എക്കണോമിക്കൊക്കെ പെട്രോളത്തിൻ്റെ ബേസിലാണ്. നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് കുറയും. മാത്രമല്ല നമ്മുടെ ട്രാൻസ്പോർട്ടൊക്കെ എന്താവും, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസൊക്കെ ഈ പെട്രോളത്തിൻ്റെ ബേസിലാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാവും. ഇനി ഫോറസ്റ്റ് ആണെങ്കിൽ forest plays a vital role in maintaining the equilibrium amount of oxygen and carbon dioxide in the atmosphere. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനും അതുപോലെ കാർബൺ ഡയോക്സൈഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു വലിയ ഫാക്ടർ തന്നെ ഫോറസ്റ്റ് വഹിക്കുന്നുണ്ട്. ഇഫ് ദ ഫോറസ്റ്റ് ഡിസപ്പിയർ ദ ഇക്വിലിബ്രിയം ഓഫ് ദ എൻവയോൺമെൻറ്റ് വിൽ ഡിസ്ട്രോയ്. അപ്പോൾ ഫോറസ്റ്റ് ഇല്ലാണ്ടായാൽ എന്താണ്, നമ്മുടെ ഇക്വിലിബ്രിയം തന്നെ ഡിസ്ട്രോയ് ആവും. ഇനി വാട്ട് ഈസ് നോൺ ആസ് ദ ബിൽ ഓഫ് റൈറ്റ്. അപ്പോൾ എന്താണ് ബിൽ ഓഫ് റൈറ്റ്? ഗവൺമെൻറ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്. ഫോർ ദിസ് every country incorporates a list of rights in their constitution. This list is known as the Bill of Rights. Okay, next 11ാമത്തെ ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അപ്പോൾ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ കുറിച്ചിട്ടൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഓൾ സ്റ്റേറ്റ്സ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ ആൻഡ് 2 members. The function of the State Human Rights Commission is same as that of the National Human Rights Commission. In instances of violation of human rights, one can approach the Human Rights Commission. What is the fundamental principle of resource conservation? എന്താണ്? Judicious and careful use of resources as well as giving enough time for them to replenish and conserve the natural resources. അപ്പോൾ ഇതങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇതാണ് എന്ത്? ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് റിസോഴ്സ് കൺസർവേഷൻ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. വാട്ട് is the main function of women commissions? Women commissionsന്റെ main functions എന്താണ്? For the protection of women's rights, women's commissions functions at the national and state levels. Complaints related to the denial of women rights or abuses against women can be submitted to the commission. The commission will probe into the issues and take appropriate actions. Okay, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.